പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വം പറഞ്ഞു, ആ ഇൻസ്പെക്ടർ സാബു ഇല്ലേ, അയാളെ ഇന്നലെ രാത്രി ആരോ മാരകമായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അത് ചെയ്തത് വിക്രമാണെന്നാ നാട്ടുകാർ പറയുന്നത്. നീ എന്താ പറയുന്നത് വിശ്വം? അവര് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. മാത്രമല്ല, പുറത്തവന്റെ തല കണ്ടാൽ അറസ്റ്റ് ഉറപ്പാ. ആ സമയത്ത് അവൻ രാത്രി ഒരാളെ ആക്രമിക്കാൻ വരികയോ, അതും ഒരു പോലീസ് ഓഫീസറെ? മാഷ് ചോദിച്ചു. അതെ, അയാളുടെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ കാണും. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഇരുട്ടടി കൊടുത്തതായിരിക്കും. അതും ഇപ്പോൾ വിക്രത്തിന് തലയിലായോ? ശ്രീജ ചോദിച്ചു. ഇത് വിക്രത്തിന് നേരെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒരു കഥയാകാനേ തരമുള്ളൂ, കമല പറഞ്ഞു. എന്നോട് പറഞ്ഞവരോട് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആളുകൾ ഉറപ്പായും വിക്രമിന്റെ പേരാ പറയുന്നത്, വിശ്വം പറഞ്ഞു. ആളുകൾക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തു നടന്നാലും അവന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ ശ്രമിക്കൂ, കമല പറഞ്ഞു. സാബു ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണെന്നാ പറഞ്ഞത്. അറിയില്ല, ആളെ കണ്ടില്ല എന്നല്ലാതെ സാബു ഒരക്ഷരം പറയുന്നില്ല. അതുകൊണ്ട് വിക്രം തന്നെയാണോ എന്നൊരു സംശയം എനിക്കും തോന്നുന്നുണ്ട്, വിശ്വം പറഞ്ഞു. അതെന്താടാ, എന്റെ മോൻ അത്രയ്ക്ക് ഭീകരവാദിയാണോ? ഇതിനു മുൻപ് പല കേസുകളിൽ ആ ഇൻസ്പെക്ടർ അവനെ പെടുത്തിയിട്ടുള്ളതല്ലേ. അന്നൊന്നും തോന്നാത്ത പേടി ഇപ്പോഴെന്തേ തോന്നാൻ? ഇതാ ഇൻസ്പെക്ടറും കൂട്ടരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാ, എനിക്കുറപ്പാ, കമല പറഞ്ഞു. എന്നെയും നിങ്ങളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച കാര്യം അവൻ അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടോ? മാഷി ചോദിച്ചു. അതിപ്പോ ആരവനെ അറിയിക്കാനാ? വിശ്വൻ ചോദിച്ചു. ഉടനെ നന്ദിനി പറഞ്ഞു. ഞാൻ വേദയോട് പറഞ്ഞിരുന്നു. വേറെ ഒന്നുമല്ല, ഇനി ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ അവളുടെ അച്ഛനോട് ഒന്ന് ഇടപെടാൻ പറഞ്ഞു വിളിച്ചതാ. അതിന് വിക്രം എവിടെയാണെന്ന് വേദയ്ക്കറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ആ വഴിക്ക് അറിയാനാ? ശ്രീജ ചോദിച്ചു. അതിനൊരു സാധ്യത ഉണ്ടാകുമോ അച്ഛാ? വിശ്വൻ ചോദിച്ചു. അറിയില്ല. ഇനി അഥവാ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ചെളിക്കുണ്ടിലേക്ക് അവർ വീണ്ടും വന്ന് വീഴുന്നത് പോലെയാകും, മാഷ് പറഞ്ഞു. ഇല്ല മാഷേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത്രയും ആളുകളുടെ കണ്ണുവെട്ടിച്ച് അവൻ അത് ചെയ്യാൻ പറ്റില്ല. ഇത് അവന്റെ മേൽ വീണ്ടും വീണ്ടും കുറ്റം ആരോപിക്കാൻ ചെയ്യുന്ന തന്ത്രമാ. ആ SIയെ ആരോ തല്ലി, അത് അവന്റെ തലയിൽ കെട്ടിവെക്കുന്നു. അങ്ങനെ ആകാനേ തരമുള്ളൂ, കമല പറഞ്ഞു. അതെ കമല, അങ്ങനെ തന്നെയാകും. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഈ പരിസരത്ത് തന്നെ അങ്ങനെ മറഞ്ഞിരിക്കാനുള്ള സ്ഥിതിയുണ്ടായിരുന്നെങ്കിൽ അവൻ നമ്മളെ വന്ന് കാണുമായിരുന്നു. അതുറപ്പാ. അത് അവനായിരിക്കില്ല, മാഷ് പറഞ്ഞു. ഇതേ സമയം പത്രം വായിച്ചുകൊണ്ടിരുന്ന ശ്രീനിവാസന് ഒരു കോള് വന്നു. സാബു ആശുപത്രിയിലായ വിവരം ആരോ വിളിച്ചു പറഞ്ഞതാണ്. ആ ഇൻസ്പെക്ടർ സാബുവിനെ ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന്. ആക്സിഡന്റ് ആണെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ നോക്കിയ ഡോക്ടർ പറഞ്ഞത് ആരോ മനഃപൂർവ്വം തല്ലിയതാണെന്നാണ്. ഇനി എഴുന്നേറ്റ് നിന്ന് ജോലിയെടുക്കാൻ പറ്റാത്ത ഭാഗത്തിന് ആക്കിയിട്ടുണ്ടത്രേ. ആരാണെന്നറിയില്ല. പക്ഷേ കേട്ടപ്പോൾ അതിനു പിന്നിൽ നമ്മുടെ വിക്രമാണെന്ന് ഒരു തോന്നൽ. അച്ഛനെ സ്റ്റേഷനിൽ കയറ്റിയതിനും ചേട്ടന്മാരെ തല്ലിച്ചതച്ചതിനും അവനൊരു മറുപടി കൊടുത്തതായി കൂടെ എന്നൊരു സംശയം. അവൻ നമ്മുടെ കാണാമറയത്ത് തന്നെയുണ്ട് സുധേ. ഏത് നിമിഷവും പ്രത്യക്ഷപ്പെടാൻ പാകത്തിന് അവൻ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്, ശ്രീനിവാസൻ സുധയോട് പറഞ്ഞു. വിക്രം ഇടത് കൈകൊണ്ട് കഞ്ഞി കോരി കുടിക്കുകയാണ്. കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വേദ ചോദിച്ചു. ഇടത് കൈകൊണ്ട് പ്രാക്ടീസ് ഇല്ലല്ലോ, ആ ഒരു ബുദ്ധിമുട്ട്, വിക്രം പറഞ്ഞു. ഞാൻ കോരിത്തരണോ? വേദ ചോദിച്ചു. വേണ്ട വേണ്ട, ഇതും ഒരു പ്രാക്ടീസ് ആവണമല്ലോ, വിക്രം പറഞ്ഞു. ആ, ആരെങ്കിലും വലതുകൈ തല്ലി ഓടിച്ചാ ഒരു പ്രാക്ടീസ് ആവണമല്ലോ, അല്ലേ? നോക്കണ്ട, അതിനൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാ. ഇത്രയും നാൾ അത് നടന്നിട്ടില്ലല്ലോ. ഇനി നടക്കാതെ ഞാൻ നോക്കിക്കോളാം. അക്കാര്യത്തിൽ കോൺഫിഡൻസ് തന്നെയാ. പിന്നെ നിന്റെ ചേട്ടനെപ്പോലുള്ള നാരികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിമാറ്റിയ രക്ഷയില്ല. ഈ കഞ്ഞിയൊക്കെ എങ്ങനെ എടുത്തുകൊണ്ടുവരുന്നു? അവിടെ ആരും കാണുന്നില്ലേ? വിക്രം ചോദിച്ചു. ഇവിടെ വെച്ച് ഉണ്ടാക്കാമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ അമ്മ താഴെ ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോയ തക്കം നോക്കി ഇങ്ങോട്ടെടുത്തു. റിസ്ക് ആണെങ്കിലും ഒരു രസമുണ്ടല്ലേ? വേദ ചോദിച്ചു. നിനക്ക് രസമൊക്കെ ഉണ്ടായിരിക്കാം. ഇത്രയും വലിയ തടവ് ശിക്ഷയായിരിക്കുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, വിക്രം പറഞ്ഞു. ചില തടവ് ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ളതാണെങ്കിലോ നല്ലതല്ലേ? ഓർമ്മയുണ്ടോ വിക്രത്തിന്റെ അച്ഛൻ നമ്മളെ വീട്ടിലറിയാതെ പൂട്ടിയിട്ടു പോയ ദിവസം? വേദയുടെ ചോദ്യം കേട്ട് വിക്രം ആ ദിവസം ഓർത്തുപോയി. വിക്രം ഇപ്പോൾ ആ ദിവസത്തെക്കുറിച്ചല്ലേ ഓർത്തത്? അതുപോലെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ദിവസങ്ങളെക്കുറിച്ചും ഓർക്കാനേ, വേദ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡോർ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ശങ്കരനായിരുന്നു അത്. വിക്രം വേഗം ബാത്റൂമിൽ കയറി കതകടച്ചു. വേദ കതക് തുറന്നപ്പോഴേക്കും ശങ്കരൻ അകത്തേക്ക് കയറി വന്നു. അച്ഛനെന്താ ഇവിടെ? വേദ ചോദിച്ചു. എനിക്കെന്തേ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ശങ്കരൻ ചോദിച്ചു. അതല്ല, സാധാരണ പതിവില്ലല്ലോ, വേദ ചോദിച്ചു. സാധാരണ സംഭവിക്കാത്തതല്ലേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശങ്കരൻ ചോദിച്ചു. എന്ത്? വേദയുടെ ചോദ്യം കേട്ട് ശങ്കരൻ ചോദിച്ചു. നീ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നുള്ളത് അസാധാരണമല്ലേ? അങ്ങനെ അസാധാരണമായ ഒരു തീരുമാനമെടുക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, നീ പറഞ്ഞിട്ടുമില്ല.
പക്ഷേ ഇവിടെ വന്നപ്പോൾ നീ ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസുമായി കോടതിയിൽ പോയപ്പോഴൊക്കെ ഞാൻ സന്തോഷിച്ചു. നീ പ്രൊഫഷൻ ഉപേക്ഷിച്ചില്ലല്ലോ എന്ന്. പക്ഷേ ഈയിടെയായി നീ എപ്പോഴും മുറി അടച്ചിരിക്കുകയാണെന്ന് അമ്മ പറയുന്നു. എന്തു പറ്റി നിനക്ക്? എന്തോ ഉണ്ട്. അല്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊന്നും നീ ഞങ്ങളുമായി ഷെയർ ചെയ്യാറില്ലല്ലോ. ഞാനിപ്പോൾ വന്നത് നിന്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ്. നീ ജോലിക്ക് പോകണം, പ്രൊഫഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ശങ്കരൻ പറഞ്ഞു. ഞാൻ പോയിക്കോളാം അച്ഛാ. വരുണിന്റെ കൊലപാതകവും അതിലെ വിക്രമിന്റെ ഇൻവോൾവ്മെന്റും ഒക്കെ കേട്ട് ഞാൻ ആകെ വല്ലാണ്ടായിപ്പോയി, വേദ പറഞ്ഞു. അത് വിക്രം ചെയ്യില്ലെന്ന് നീ വാദിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞറിഞ്ഞു, ശങ്കരൻ പറഞ്ഞു. എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്, വേദ പറഞ്ഞു. നിന്റെ മനസ്സ് പറയുന്നത് പോലെ അവൻ പ്രവർത്തിക്കാത്തത് കൊണ്ടാണല്ലോ 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടം വിട്ട് ഇറങ്ങിയത്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പൊട്ടൻഷ്യൽ ക്രിമിനലാണവൻ. എന്തും ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാനാവില്ല. എത്രയും വേഗം ഓഫീസിൽ പോയി തുടങ്ങാൻ നോക്ക്, ശങ്കരൻ പറഞ്ഞു. അപ്പോഴാണ് കട്ടിലിനടിയിൽ ഇരിക്കുന്ന കഞ്ഞി ശങ്കരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതെന്താ ഇതിവിടെ? ശങ്കരൻ ചോദിച്ചു. അത് ഞാൻ കഞ്ഞി കുടിക്കുകയായിരുന്നു. വാതിലിൽ തട്ടുകേട്ടപ്പോൾ അവിടെ വെച്ചിട്ട് പോന്നതാ, വേദ പറഞ്ഞു. ഭക്ഷണം പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കഴിക്കാൻ വയ്യെന്നായോ നിനക്ക്? ശങ്കരൻ ചോദിച്ചിട്ട് പോയി. ശങ്കരൻ പോയ ഉടനെ തന്നെ വേദ കഥ കടച്ചു. പോലീസുകാർ ശ്രീനിവാസന്റെ വീട്ടിലെത്തി. എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ശ്രീനിവാസൻ ചോദിച്ചു. വാറന്റുണ്ട്, കോടതി അന്വേഷിക്കാൻ ഉത്തരവിട്ട മാർക്കറ്റ് ലഹള കേസാ, SI പറഞ്ഞു. അറസ്റ്റോ? സുധ ചോദിച്ചു. കോടതി വിധി അനുസരിച്ചല്ലേ നടക്കട്ടെ. ഇലക്ഷന് മുൻപ് ഇത് വേണമെന്ന് സമ്മർദ്ദമുണ്ടായി കാണുമല്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. സുധയോട് ആ വക്കീലിനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞിട്ട് ശ്രീനിവാസൻ അവരോടൊപ്പം പോയി. വാസവന്റെ ആളുകളെ പേടിച്ച് ഒളിച്ചു താമസിക്കുകയാണ് രാജുവേട്ടനും ജോസഫും അനിയൻകുട്ടനും. ഞാൻ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ജോസഫ് പറഞ്ഞു. നിന്നെ ആ വാസവന്റെ ആളുകൾ ആരെങ്കിലും കണ്ടോ? അനിയൻകുട്ടൻ ചോദിച്ചു. കണ്ടാലെന്താ? എത്ര കാലമാ ഇങ്ങനെ പേടിച്ച് ജീവിക്കുക? ജോസഫ് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് നാളെ മുതൽ വർക്ക്ഷോപ്പിൽ പോകാമെന്നാ. ആ സജീവ് മാത്രമേ അവിടെ ഉള്ളൂ. അവനാണെങ്കിൽ ഏതു നേരവും പോണം എന്ന് പറഞ്ഞ് ബഹളമാ, രാജുവേട്ടൻ പറഞ്ഞു. ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് അത് കഴിയും വരെ ആരും ഒന്നിനും വരാൻ പോകുന്നു എന്ന് തോന്നുന്നില്ല, അനിയൻകുട്ടൻ പറഞ്ഞു. ആര് പറഞ്ഞു? ശ്രീനിസാറിനെ വരെ അവർ അറസ്റ്റ് ചെയ്തു അല്പം മുമ്പ്. മാർക്കറ്റ് ലഹളയിൽ എടുത്ത കേസില്ലേ? ജോസഫ് പറഞ്ഞു. കോടതി കേസെടുത്തെങ്കിലും അത് ഇത്ര വേഗമാകുമെന്ന് ഞാൻ കരുതിയില്ല, രാജുവേട്ടൻ പറഞ്ഞു. ഇലക്ഷൻ കഴിയുന്നതുവരെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ശ്രീനിസാറും വിചാരിച്ചിരുന്നത്, ജോസഫ് പറഞ്ഞു. ഇതിപ്പോ ഇലക്ഷന് ജയിക്കുന്ന കാര്യം കഷ്ടമാ. പൊതുവേ ഒരു ക്ഷീണമുണ്ടായിരുന്നു. ഇതിപ്പോ പൂർത്തിയായി കേട്ടോ, രാജുവേട്ടൻ പറഞ്ഞു. ഇലക്ഷൻ ജയിക്കുന്നതും തോൽക്കുന്നതുമൊക്കെ പോട്ടെ, ഇനി വിക്രമിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നാ എൻ്റെ പേടി, അനിയൻകുട്ടൻ പറഞ്ഞു. ഇത്രയും ദിവസം വിക്രമിനെ ബലമായി തടഞ്ഞു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ സാബുവിനെ പഞ്ഞിക്കിടാൻ അവൻ വരുമായിരുന്നോ? എനിക്ക് തോന്നുന്നത് അവൻ നമുക്കാർക്കും കാണാൻ പറ്റാത്ത വിധം നമുക്കിടയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാ. ഒരു പെർഫെക്റ്റ് സമയം നോക്കി പുറത്തു ചാടാൻ, അല്ലേടാ ജോസഫേ? രാജുവേട്ടൻ ചോദിച്ചു. ഇഷിത വേദയുടെ വീട്ടിലെത്തി. ആദ്യം ഓർമ്മ കിട്ടിയില്ലെങ്കിലും പിന്നീട് പറഞ്ഞു വന്നപ്പോൾ പത്മത്തിന് ആളെ മനസ്സിലായി. പത്മം ദീപ്തിയെ വിളിച്ച് ഇഷിതയ്ക്ക് വേദയുടെ മുറി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പോയിക്കോളാമെന്നേ, മുകളിലെ പഴയ മുറി തന്നെയല്ലേ, അവൾക്ക് ഒരു സർപ്രൈസ് ആകുമല്ലോ എന്ന് പറഞ്ഞ് ഇഷിത മുകളിലേക്ക് പോയി. ദീപ്തിയെ മുകളിലേക്ക് പറഞ്ഞയക്കാൻ നോക്കിയതാ അമ്മ. ഞാൻ പറഞ്ഞു വിട്ടു. ദാ ഇതിൽ അത്യാവശ്യം മരുന്നും സാധനങ്ങളുമുണ്ട്. ഈ വീടിനുള്ളിൽ വിക്രത്തെ ഇങ്ങനെ താമസിപ്പിക്കാനുള്ള നിന്റെ ധൈര്യം സമ്മതിക്കണം, ഇഷിത പറഞ്ഞു. ഇത് ധൈര്യമല്ല ഇഷിത, ഒരുതരം പ്രതികാരമാ. വിക്രത്തോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് ഞാൻ കാണിക്കുന്ന ചെറിയ പ്രതികാരം. ശ്രീയേട്ടന്റെ മൂക്കിന് കീഴെ തന്നെ വിക്രത്തിനെ ഒളിപ്പിച്ച് താമസിപ്പിക്കും എന്നൊരു വാശി. പിന്നെ ഇതിലും സുരക്ഷിതമായ മറ്റൊരു സ്ഥലം ഇല്ലല്ലോ, വേദ പറഞ്ഞു. ഇഷിത വേഗം വിക്രമിന്റെ മുറിവ് ഡ്രസ്സ് ചെയ്തു കൊടുത്തു. വിക്രത്തിന്റെ നേതാവ് ശ്രീകാര്യം ശ്രീനിവാസന്റെ കേസ് വാദിക്കുന്നത് വേദയാണല്ലേ? ഇഷിത ചോദിച്ചു. ആ കേസ് പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അറസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കുറപ്പാണ്. ചിലപ്പോൾ ജാമ്യവും കിട്ടും, വേദ പറഞ്ഞു. കേസിൽ വിക്രത്തിന്റെ പേര് ഞാൻ കണ്ടല്ലോ, ഇഷിത ചോദിച്ചു. അത് പറഞ്ഞാൽ വിക്രത്തിന് ചിലപ്പോൾ ടെൻഷനാകും, പേടിയാകും, അതുകൊണ്ട് പറഞ്ഞില്ല, വേദ പറഞ്ഞു. എനിക്കെന്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല, വിക്രം പറഞ്ഞു. ജ്യൂസുമായി വന്ന ദീപ്തി ഇത് കേൾക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡിൽ വേദ വിക്രമിന് ചോറ് വാരി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ദീപ്തി പത്മത്തിനോടും വർഷയോടുമായി പറയുന്നുണ്ട്. ജ്യൂസുമായി ചെന്നിട്ട് മുറിയിലേക്ക് വരെ വേദേച്ചി കടത്തിവിട്ടില്ല. ഇത് കേട്ട് വർഷ അതെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. നേരിട്ട് ചെന്ന് ചോദിച്ചോ, രണ്ടുപേരും കൂടി വാതിലടച്ചിട്ടിരുന്ന് കാര്യമായിട്ടുള്ള ഡിസ്കഷനില്ല എന്ന് ദീപ്തി പറയുന്നുമുണ്ട്. ഇവിടെയുള്ള താമസം ഇത്തിരി റിസ്ക്കാണ് കേട്ടോ. എപ്പോഴും നിനക്ക് ആളുകളെ ഈ റൂമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഇഷിത വേദയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വർഷ കതകിൽ മുട്ടുകയാണ്. ഇതെന്താ ഈ മുറിയിൽ ഒരു മരുന്നിന്റെ മണം എന്ന് ചോദിച്ച് വർഷ മുറിയിൽ കയറി നോക്കുന്നതും കാണാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.